ഇത് നമുക്ക് ആർക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ചോറിൻ്റെ ഒപ്പം ചൊല്ല് കൊടുക്കണമെന്നാണ് എൻ്റെ ഉമ്മ പണ്ട് പറഞ്ഞിട്ടുള്ളത്. എല്ലാരും എണീറ്റോ. അങ്ങനെ നമ്മൾ MBBS ഇല്ലേ, ഈജിപ്തിലെ കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണ, അതേപോലെ തന്നെ നെഹ്ദ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കണ കുട്ടികളായിട്ട് നമ്മൾ ഓൾറെഡി ഈജിപ്തിലെത്തി. കുട്ടികളൊക്കെ റെസ്റ്റ് എടുത്തു. അവർക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ സിം കാർഡ് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇനി നമ്മൾ ഒഫീഷ്യൽ വർക്കിലേക്ക് പോവാണ്. നമ്മൾ അവരുടെ അറ്റസ്റ്റേഷന്, മിനിസ്ട്രിയിലെ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസിൽ തന്നെയുള്ള മാനേജർ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇന്ത്യൻ എംബസിയിൽ പോകും. കുറച്ച് വർക്ക് കാര്യങ്ങളുണ്ട്. ഇന്ത്യൻ എംബസിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ കയറ്റാൻ പറ്റില്ല. പക്ഷേ ആ വർക്കിന് ശേഷം എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ ശേഷാദിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവിടുന്ന് പോകാനാണ് എൻ്റെ പ്ലാൻ ഉള്ളത്. എന്തായാലും ഇപ്പോൾ അവരെ മീറ്റ് ചെയ്യാനാണ് ഇപ്പോൾ പോകുന്നത്. നമ്മളെ നാട്ടിലത്തെ ബജാജിൻ്റെ ഓട്ടോറിക്ഷയാണ് പോയത്. ബജാജിൻ്റെ ഓട്ടോറിക്ഷയാണ് പോയത്. നമ്മളെ വണ്ടി വരുന്നുണ്ട്. നമ്മളെ വണ്ടിയിൽ എന്തായാലും കയറാം. നമ്മൾ കയറി കിട്ടിയില്ലെങ്കിൽ സീനാണ്. അങ്ങനെ ഈജിപ്തിൽ നമ്മളെന്നും ഫലാഫിലും ഇതൊക്കെ കഴിക്കണ ഷോപ്പ് നമുക്കിവിടെ കാണാം. പിന്നെന്താണെന്നറിയോ, നമ്മളിവിടെ കുറച്ച് സംഗതികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ വ്ളോഗ് ഫുൾ പാക്ഡ് ആണ്. ഇത് മിസ് ചെയ്യണ്ട. ആരെങ്കിലും ഇവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമായിരിക്കും നഷ്ടം. അടിപൊളി വ്ളോഗ് ആയിക്കാരം. അപ്പോൾ നമ്മൾ എംബസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഇപ്പോൾ സമയം ഏകദേശം 4:45 നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നറിയോ, നമ്മളെ കംപ്ലീറ്റ് സ്റ്റുഡൻസ് കുറച്ച് കുട്ടികളോട് നാട്ടിൽ നിന്ന് വരാനുണ്ട്. ഇപ്പോൾ വന്ന ആളുകളായിട്ട് നമ്മളെ ഫുൾ ടീം ഇവിടെ ഉണ്ട്. നമ്മൾ 4 മണിക്കൂർ നൈലിൽ അടിച്ച് പൊളിച്ച് മിന്നിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളെ ഫുൾ ടീം, ഡോക്ടേഴ്സിൻ്റെ ഫുൾ ടീം ഇവിടെ ഉണ്ട്. നമ്മൾ പിന്നെ ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ അത് ഒരുങ്ങിയിട്ട് ഇറങ്ങുള്ളൂ. നമ്മൾ ആ ലെവലിലാണ് നമ്മളെല്ലാ സർവീസും കുട്ടികൾക്ക് കൊടുക്കൽ. നമ്മൾ ഇവിടുന്ന് ഒരു ഗ്യാതറിങ്ങിന് പോവാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് അവർക്ക് നമുക്ക് കളി മാത്രമല്ല, കളീൻ്റെ ഒപ്പം എപ്പോഴും കാര്യം ഉണ്ടാവും നമ്മളെ കൂടെ. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് എങ്ങനെ പരീക്ഷയ്ക്ക് പഠിക്കണം, കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ പരീക്ഷയ്ക്ക് പഠിക്കണം, ഒരു സബ്ജക്റ്റ് പോലും ഫെയിൽ ആവാതെ എങ്ങനെ പാസ്സാവാം എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ യാത്രയിൽ അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. കൂടുതൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ട് പിരിയാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇത് നിങ്ങൾ മിസ് ചെയ്താൽ കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കാൻ വരുമ്പോൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും നിങ്ങൾ മിസ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ കാണാം. നമ്മൾ ബോട്ടിൽ കയറുകയാണോ, ഇത് നിങ്ങൾ ഇതിന് മുമ്പ് കണ്ട ബോട്ടിൽ പോയ വീഡിയോ അല്ല. അത് അങ്ങനത്തെ ടൈപ്പാന്ന് വിചാരിച്ചിട്ട് ആരും ഇത് സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട. ഇത് വേറെ ലെവലാണ്. പിള്ളേരൊക്കെ ഫുള്ള് പവറാണ്. പഠിക്കാൻ പോണേലിപ്പോൾ മുന്നേ ചോറിൻ്റെ ഒപ്പം ചൊല്ലും കൊടുക്കണമെന്നാണ് എൻ്റെ ഉമ്മ പണ്ട് പറഞ്ഞിട്ടുള്ളത്. ചോറിൻ്റെ ഒപ്പം ചൊല്ല് കൊടുക്കാൻ പോവാം. അല്ല മിസ്റ്റർ മോട്ടിവേഷണൽ സ്പീക്കർ. യെസ്. No, it's going here. We need to go here, right? Arabia? Okay. നൈലിൽ ഇത് നമുക്ക് ആർക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? കാരണം നമ്മുടെ നാട്ടിൽ കാറൊക്കെ ഓടിക്കണമായിരിക്കും. ഇത് വെള്ളമാണ് എന്നുള്ളത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ബാക്കി സ്റ്റാറിങ്ങും ഗിയറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പിടിച്ചിരുന്നോ വണ്ടി. ഹലോ. ഹായ്. അഞ്ഞൊന്ന് എണീറ്റേ, എല്ലാരും ഇവിടെ എണീറ്റോ. ഒരു സർക്കിൾ ആയിട്ട് നിൽക്കുക. നോ 2 സർക്കിൾ 1 സർക്കിൾ. നോ 2 സർക്കിൾ 1 സർക്കിൾ. നമ്മളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളെ എല്ലാ ആളുകളും എല്ലാവരുടെ പേര് പഠിക്കാൻ വേണ്ടി പോവാണ്. ഈ ആക്ടിവിറ്റി വളരെ രസകരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമ്മൾ പേരാണ് പറയാം. അപ്പോൾ ആദ്യം എൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഒരാളെ പേര് പറഞ്ഞാൽ രണ്ടാമത്തെ ആള് ആദ്യം പറഞ്ഞ ആളുടെ പേരും പറയണം, പിന്നെ രണ്ടാമത് പറഞ്ഞ ആളുടെ പേര് സ്വന്തം പേര്, മൂന്നാമത് ആദ്യം പറഞ്ഞ ആള്, പിന്നെ രണ്ടാമത്, പിന്നെ മൂന്നാമത്, നാലാമത് ആദ്യം പറഞ്ഞത് 2, 3, 4 അങ്ങനെയാണ് പോവാ. എവിടുന്നാ തുടങ്ങണ്ടേ?
ഇവിടുന്നാണ് തുടങ്ങേണ്ടത്. പേരെന്തുവാ? നല്ല ഐഡിയ. ആര്യ. പക്ഷെ ഒരു ആലിയ. आलिया ആലിയ. आलिया नजमिन ആലിയ നസ്മിൻ. आलिया नजमिन किफा आलिया नज़मिन किफ़ा अनगा आलिया नज़मिन किफ़ा अनगा आर्द्रा आलिया नज़मिन किफ़ा अनगा आर्द्रा फिदा ഫിദ. ഫിദ. आलिया नज़मिन किफ़ा अनगा आर्द्रा फिदा फातिमा ഫിദ. ഞാൻ ഫാത്തിമ. ഓക്കെ റെഡി. आलिया नजमिन किफा अनगा आर्द्रा फिदा फातिमा आयशा ആയിഷ. ആയിഷ. आलिया नजमिन किफा अनगा आर्द्रा फिदा फातिमा आयशा जिहा സിഹ. സിഹ പേര് സംസാരിച്ചെന്നാ പിന്നെ കിട്ടില്ല കേട്ടോ. സിഹ. आलिया नज़मिन खिफ़ा अनगा आर्द्रा फ़िदा फ़ातिमा आयशा ज़िहा हमदा ഹംദ. ഹംദ. आलिया नजमिन किफा अनगा आर्द्रा फिदा फातिमा आयशा जिया हमदा अलशिफा അൽഷിഫ. 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 आलिया नज़मिना किफ़ा अनगा आर्द्रा फिदा फातिमा आयशा जिहा हमदा अलशिफा मिस्रिया ഇതിങ്ങനെ കറങ്ങി വരും. അപ്പൊ പഠിച്ചോട്ടോ. റെഡി. കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ കറങ്ങി വരും. പഠിച്ചോ. കഴിഞ്ഞിട്ടില്ല. പറഞ്ഞോ. പറഞ്ഞോ. आलिया नजमिन किफा अनगा आर्द्रा फिदा പേര് फातिमा തെറ്റുണ്ടോ നിങ്ങൾ आयशा जिहा हमदा अलशिफा मिस्रिया मरियम हमदा अलशिफा मिस्रिया मरियम फिजा ഫിസ. ഓക്കെ. आलिया नजमिन अल्लाह പേര് മറന്നേ മിസ്രിയ മിസ്രിയ. മറിയം ഫിസ ഫിസ. അൻസല അഞ്ജല. ഓക്കെ. ഈ കളിക്ക് കഴിഞ്ഞല്ലോ. ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് ചെയ്തോ. പക്ഷെ എനിക്ക് പേരറിയില്ല അവർക്ക് പറഞ്ഞാൽ കേട്ടില്ലേ പറഞ്ഞു കൊടുത്തോട്ടോ. ഫിദ ഫിദ. ഫാത്തിമ ആലിയ നസ്മിൻ കിഫായർ കൂടി അനക ആദ്ര ഫിദ വളങ്കര ഫാത്തിമ ആയിഷ ബി സിഹ ഫാത്തിമ ഹംദ അൽഷിഫ മിസിരിയ മറിയം മിസിരിയ മറിയം സോനിയ ഫിസ അഞ്ജല ഹിബ ഫിസ അഞ്ജല ഹിബ ഷഹസാദ് അതുൽ അതുൽ. കിഫ അനഗ്ര ആദ്ര ഫിദ ഫാത്തിമ ഐഷ സിഹ ഹംദ അൽഷിഫ മിസ്രിയ നഫീസ്. 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 ഓക്കെ. അടുത്ത ആള്. आलिया 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 नजमिन किफा अनगा आर्द्रा फिदा फातिമ നിങ്ങളെ പേര് അങ്ങനെ മറക്ക അഖിൽ 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 അതിൽ 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 അതില് നഫീസ് സൽമാൻ സൽമാൻ. 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 आलिया नजमिन किफा आलिया नज़मिन किफ़ा अनगा आर्द्रा फिदा फातिमा किफा अनुगवा आर्दा आई थिंक ഐഷ അൽഷിഫ ഫിസ ഫിസ. അഞ്ജല അഞ്ജല. അവളെ മുള്ളല്ലേ? പറ. ഹിബ അതുൽ നഫീസ് ഗൗതം ആലിയ ഹാദിയ അടുത്തിരിക്കുന്ന ആളെ പേര് എന്തായിരുന്നു പേര്? ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ഒറ്റ ശ്വാസത്തിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് പറഞ്ഞു പോകണം. ഒരാളും ലോക്ക് വരാൻ പാടില്ല, ബ്ലോക്ക് വരാൻ പാടില്ല. പ്രത്യേക സമ്മാനം ഡോക്ടർ എക്സ്പേർട്ട് നൽകുന്ന സമ്മാനം ഉണ്ടായിരിക്കും. റെഡി? അപ്പൊ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ആരാ പറഞ്ഞു പോണേ? പെട്ടെന്ന് പേര് പറയണം. ഫാരിസ് നദ ആലിയ. ഓ अल्शिफा मिस्रिया अजला हिबा अदुलक्का शहजादक्का नफीसक्का सलमान जयान फरदीन मुत्त
എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ആള്, എനിക്ക് ഏറ്റവും അറിയാവുന്ന ആള്, മറന്നിട്ടേ ദാനിഷ്, ഹാഫിസ്, ഫാറിസ്, ആസിഫ്, ഗൗതം, ഹാദിയ, സോറി മാറിപ്പോയി, ആലിയ. ഗുഡ് 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 ഗുഡ്. നല്ല നല്ല കഴിയും. അപ്പോൾ ഞങ്ങളില്ലേ എന്ത് ചെയ്തു ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. ഈജിപ്തിലെ മനോഹരമായ നൈലിൻ്റെ നദീതീരത്തിലൂടെ നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ ഏകദേശം സമയം 6:22 നമ്മൾ ഉസ്ബെക്കിൽ പോയ സമയത്ത് നമ്മളെ വീഡിയോയിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെന്നറിയോ, നമ്മളൊരു 7-7:30 മണിയായപ്പോൾ പോലും സൺറൈസ് കണ്ടിട്ടില്ല ഉസ്ബെക്കിൽ. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ 6:30 മണിയായി. പിന്നെ നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടെ ശരിക്കും 1 hour മുന്നോട്ട് ഈ വിൻ്റർ ആവുന്ന സമയത്ത് മുന്നോട്ട് മാറ്റും എന്നുള്ളത്. ഇപ്പോൾ അങ്ങനെയാണ് ഇവിടെ ശരിക്കും 1 hour മുന്നോട്ടാണുള്ളത്. അത് നമ്മൾ പല ആൾക്കാർ പറഞ്ഞപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലാകാത്ത ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഒരു ദിവസം ഇവിടുത്തെ ഒരു സ്പെസിഫിക് ഡേയിൽ 12 മണി കഴിഞ്ഞാൽ വീണ്ടും 12 മണി തന്നെ ആവും. 1 മണിക്കൂർ അങ്ങോട്ട് പോകില്ല, അഗെയിൻ 12 മണിക്ക് ബാക്ക് ആവും. അതാണ് ആ സംഭവം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടെ 1 hour മുന്നോട്ടാണ് ആക്കി വെച്ചിട്ടുള്ളത്. ഇത് കുറച്ച് സമയം കഴിഞ്ഞാൽ ബാക്കോട്ടാക്കും അങ്ങനെയുള്ളത്. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ. അതെന്താ സാധനം? ബ്രെഡിന്റെ ഉള്ളിൽ എന്തോ ബ്രെഡിൻ്റെ ഉള്ളിൽ ചീസാണ്. പിന്നെ 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 വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഈജിപ്തിൽ വരുമ്പോൾ എല്ലാവരുടെ അടുത്തും പറയലുണ്ട്, അല്ല ഈജിപ്തിൽ നിന്നല്ല ഏത് കൺട്രിയിൽ പോകുമ്പോഴും ഇപ്പോൾ നമ്മൾ പ്രീ ഡിപ്പാർച്ചർ പ്രോഗ്രാമിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളാ നാട്ടിൽ പോകുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക ചേഞ്ച് ആക്കാനുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഇപ്പോൾ വീടിൻ്റെ ഓണർ വന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഫിക്സ് ആക്കി അങ്ങനെ തരൂല. ലൈക്ക് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ബക്കറ്റ്, കപ്പ്, മഗ്, ഗ്ലാസ്, പ്ലേറ്റ് ഇതൊക്കെ അവനാണ് നെസസറി സാധനങ്ങളാണ്. അപ്പോൾ ഇവരങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെറിയ സംഗതികൾ പറഞ്ഞപ്പോൾ അത് അങ്ങനെയല്ല, ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം ഇനി പുതിയ വരുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഇവരെ സ്നേഹിച്ചിട്ട് ഇവർക്ക് വന്ന സമയത്ത് തന്നെ വാങ്ങിക്കൊടുത്തത് ബീലബനും വെള്ളമാണ്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അതിന് പോലും എന്ത് ചെയ്ത് ഇല്ല കുറ്റമല്ലേ ഞങ്ങള് പറഞ്ഞത് അത് വെച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസം ഫുൾ ലഞ്ച് നേരത്തെ അല്ലല്ലോ പറഞ്ഞത്. ഇത് ക്യാമറ വന്നപ്പോ നേരത്തെ അവര് പറഞ്ഞെന്താ അറിയോ, ഇങ്ങനല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞത്. ഇതിപ്പോ ക്യാമറ വന്നപ്പോ എനിക്ക് റിയലാണ് വേണ്ടത്. ഇവര് പറഞ്ഞത് ബീലവനൊക്കെ എന്ത് ഒരു ടേസ്റ്റും ഇല്ല. അതാ പറഞ്ഞില്ലേ. പിന്നെ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിന്നും വന്നിട്ടുള്ള ഈജിപ്തിലെ മണ്ണിലേക്ക് നൈൽ നദിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുന്ദരനും സുമുഖനും സുശീലനുമായിട്ടുള്ള ആസിഫ് ഒരു പാട്ട് ഇവിടെ ആലപിക്കാൻ അല്ലേ, മലയാളം കറക്റ്റ് അല്ലേ, ആലപിക്കാൻ പോവുകയാണ്. ചക്കര ചുണ്ടിൽ തേച്ചു വെച്ചൊരു പുഞ്ചിരി, എന്മിഴിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി. ചക്കര ചുണ്ടിൽ തേച്ചു വെച്ചൊരു സുന്ദരി, എന്മിഴിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി. ചൊല്ലുമോ നീയതാ, പറയുമോ പേരെന്താ, സ്നേഹമായി കൂടെമോ ഒന്നായി. Okay, so every time you recharge your Wi-Fi, do the package first and then add on your the add-on deal. If you talk to them, you will get an idea about it. മീസ കാർഡ് ഒരു കാർഡ് ഉണ്ട്, നമുക്ക് സേവിങ്സ് അക്കൗണ്ട് വരെ തുടങ്ങാം. ഇവിടെ എന്താണെങ്കിൽ ക്രെഡിറ്റും ഡെബിറ്റും നമുക്ക് ഇവിടെ എന്താണെങ്കിൽ കിട്ടൂല. അപ്പോൾ മീസ കാർഡ് പറഞ്ഞിട്ടൊരു കാർഡ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് വെറും 30 പൗണ്ടിൽ നമുക്ക് എല്ലാ ബാങ്കും നമുക്ക് വാങ്ങാം. അപ്പോൾ മീസ കാർഡിൽ എങ്ങനെയാണെന്ന് വെച്ചപ്പം GCC കൺട്രീസിൽ നിന്ന് പാരൻസ് പൈസ അയക്കുകയാണെങ്കിൽ അത് ചെറിയ പൈസയ്ക്ക് ചെറിയ എക്സ്ചേഞ്ച് റേറ്റിന് നമുക്ക് വിത്തിൻ മിനിറ്റ്സിന് ആ കാർഡിൽ നമ്മൾ സേവിങ്സ് അക്കൗണ്ട് ആയിട്ട് ഉണ്ടാവും. പിന്നെ അതേപോലെ കോളേജിൻ്റെ ഫീ എങ്ങനെ അടിക്കേണ്ടത് വെച്ചാൽ അതും വെസ്റ്റേൺ യൂണിയൻ വഴി, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഏതെങ്കിലും ഒരു ലൈക്ക് ലുലു എക്സ്ചേഞ്ചോ അഹല്യ അങ്ങനെ ഏതെങ്കിലും ഒരു നാട്ടിലെ ഏതാണോ അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൈറോ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫീ അടിക്കാം. മന്ത്ലി എക്സ്പെൻസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാം. പക്ഷേ എക്സാം ടൈമിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് മാക്സിമം മെസ്സിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, അതായിരിക്കും നല്ലത്. 1 or 3 മോഡ്യൂൾ എന്ന് വെച്ചാൽ 4 സബ്ജക്റ്റ് ഉണ്ട്. ഓൾ 4 സബ്ജക്ട്സ്: അനാറ്റമി, ഹിസ്റ്റോളജി, ബയോകെമിസ്ട്രി ആൻഡ് ഫിസിയോളജി. കറക്റ്റ്. നമ്മളെ ഒരു മോട്ടോ എന്ന് പറഞ്ഞാൽ ബി എ ഡോക്ടർ ബൈ ഡോക്ടേഴ്സ് എന്നാണ്. നമ്മളെ ഡോക്ടർ എക്സ്പേർട്ടിൻ്റെ ഒരു മോട്ടോ എന്ന് പറഞ്ഞാൽ
അപ്പോൾ ഇതിൽ നമ്മളെന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട 100% മെൻറ്റർഷിപ്പ് ഞങ്ങൾ തരാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ ഞങ്ങളെ അപ്രോച്ച് ചെയ്യണം. അതിന് കാരണം എന്താണെന്ന് അറിയാം, നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ഒരു 600 സ്റ്റുഡൻസ് ഈ ഇയർ നമുക്കുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ആരൊക്കെയാണോ നമ്മളായിട്ട് കണക്റ്റഡ് ആവണത് ഫോർ അക്കാദമിക് പർപ്പസ്, അവരെ നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് ഗൈഡൻസ് കൊടുക്കും. നമുക്കൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, ഞാൻ MBBS പഠിച്ച് വന്ന ആളായതുകൊണ്ട് എനിക്കറിയാം നിങ്ങളൊരിക്കലും ഇപ്പോൾ നമ്മൾ ഈ കളിയും തമാശയും ഒക്കെ വേണം, ഇതൊക്കെ വേണം. പക്ഷേ ഇതൊരിക്കലും ഈസി അല്ല. ഞാനൊരിക്കലും നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരാളോടും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് MBBS പാസ്സാവാൻ പറ്റും. ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല. MBBSന് അതിൻ്റേതായിട്ടുള്ള ഹാർഡായിട്ട് പഠിച്ചാൽ മാത്രമേ MBBS പാസ്സാവാൻ പറ്റുള്ളൂ. വെറുതെ ക്ലാസ്സിൽ പോയാലോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകാണ്ട് കടന്നുറങ്ങിയാലോ MBBS പാസ്സാവും നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനത്തെ കൺട്രീസ് ഉണ്ടാവും, പക്ഷേ ഈജിപ്ത് അതിൽ പെട്ടതല്ല. ഇവിടെ പാസ്സാവാൻ എക്സാം എഴുതി പാസ്സാവുക എന്നല്ലാണ്ട് ഒരു ഓപ്ഷനും ഒരാളും എക്സ്പെക്റ്റ് ചെയ്യേണ്ട, നടക്കില്ല. കാരണം ഇത് വേൾഡിൽ 116 അടുത്ത് റാങ്കിങ് വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ നാട്ടിൽ MBBS പാസ്സാവാൻ എത്ര ടഫ് ഉണ്ടോ അതേപോലെ ടഫ് മീൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു പ്രശ്നമല്ല. ടൈമിൽ പഠിക്കാന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര കുറേ പഠിക്കാണ്ടെന്നല്ല, ടൈമിൽ പഠിക്കുക എന്നുള്ളതാണ് MBBSൻ്റെ ഏറ്റവും വലിയ കാര്യം. അതായത് സ്കിപ്പ് ചെയ്യരുത്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് MBBSൻ്റെ 19 സബ്ജക്ട്സ് ഇങ്ങനെ ഇവിടെ ടെക്സ്റ്റ് ബുക്ക് വെക്കുകയാണെങ്കിൽ ഏകദേശം ഇത്ര ഹൈറ്റ് ബുക്ക് ഉണ്ടാവും. ഓരോ സബ്ജക്റ്റ് നമ്മൾ എടുത്ത് വെക്കണം, ഏകദേശം ഈ ഒരു ഹൈറ്റ് ഉണ്ടാവും എന്തായാലും. ഇത്രയും ബുക്സ് നമുക്ക് പഠിക്കാണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇയറിൽ ഓരോ വീക്കിലും നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആ വീക്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഈ ആഴ്ചത്തതും വരുന്ന ആഴ്ചത്തും കൂടി നിങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ അത് ഡിഫിക്കൽട്ടാണ്, അത് പോസിബിൾ ആവില്ല. പല കുട്ടികളും ഫെയിൽ ആവണത് ഇവിടെ വരും, ഇവിടെ വന്ന് ഫസ്റ്റത്തെ ആഴ്ച വിചാരിക്കും ആ സമയമുണ്ടല്ലോ, പിന്നെ അങ്ങനെ വിചാരിച്ച് എന്താവും ലാസ്റ്റ് എക്സാം തുടങ്ങുമ്പോൾ അടുത്ത എക്സാമിൽ പിടിക്കാമല്ലോ. അപ്പോൾ പറഞ്ഞു 40 മാർക്സ് എല്ലാ എക്സാമിലും മെയിൻറ്റെയിൻ ചെയ്യണം മിനിമം എന്ന് പറഞ്ഞു. ഈ 40 മാർക്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കരുത്. 50+ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് തന്നെ എപ്പോഴും പഠിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ ഇപ്പോൾ ഒരു എക്സാം എത്ര ആയിക്കോട്ടെ, മാർക്ക് എത്ര ആയിക്കോട്ടെ, 70% മേലെ എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷം വന്ന കുട്ടികൾക്ക് ക്യാരി ഓവർ ഉണ്ട്, ഫെയിലായ കുട്ടികളുണ്ട്, ഇയർ ബാക്കായ കുട്ടികളുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, ഇവരൊക്കെ ആയതിൻ്റെ പിന്നിലുള്ള ഒറ്റ കാരണമുള്ളൂ, കെയർലെസ് ആണ്. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ പറഞ്ഞു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കാര്യം, കുറച്ച് കഴിയുമ്പോൾ നല്ല തണുപ്പാണ് ഇവിടെ വരാൻ പോണത്, നല്ല തണുപ്പാണ് വരാൻ പോണത്. നല്ല സുഖമായിക്കാരം ഉറങ്ങാൻ. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ റൂമിൽ നല്ല കർട്ടൺ ഉണ്ട്, നല്ല ഷെയ്ഡാണ്. അങ്ങനെ ഇട്ടാൽ കാണൂല. രാത്രി ഏത് നേരം രാവിലെയൊക്കെ രാത്രിയാക്കാൻ പറ്റും റൂം ഷെയ്ഡൊക്കെ ഇട്ടാൽ. അപ്പോൾ നല്ലോണം സുഖമായിട്ട് രാവിലെ പുതച്ച് കടന്നുറങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊക്കെ കെയർലെസ് ആയതുകൊണ്ടാണ്. ഇവിടെ നിങ്ങളെ രാവിലെ വിളിച്ചുണർത്താനോ നിങ്ങൾ പഠിക്കുന്നുണ്ടോ നോക്കാനോ ഒന്നും ആൾക്കാരുണ്ടാവില്ല. പക്ഷേ അറ്റ് ദ എൻഡ് ലാസ്റ്റ് ഇയർ പൊട്ടുമ്പോൾ വീട്ടിൽ വിളിച്ചിട്ട് വരേണ്ടി വരും, $8000 ഫീസ് അടക്കാൻ വേണം, ഫസ്റ്റ് ഇയർ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും വീട്ടുകാർ അറിയുന്നുള്ള കാര്യം ഉറപ്പാണ്. അറിയില്ല എന്ന് ആരും വിചാരിക്കേണ്ട. $8000 അഗെയിൻ നിങ്ങൾ അടക്കേണ്ടി വരും. അതുകൊണ്ട് ആ കാര്യം മനസ്സിൽ കൃത്യമായിട്ട് വെക്കുക. ഇത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നല്ല, പക്ഷേ നിങ്ങൾ ഇത് പേടിക്കല്ലോ വേണ്ടത്, പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല, പേടിക്കാനില്ലേനും. നിങ്ങൾ കറക്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. നിങ്ങളിവിടെ എന്തിനാ വന്നേ? പഠിക്കാനാണ്. ഇവിടെ പഠിക്കാനല്ല വന്നേ, ആ പർപ്പസ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളെ കൂടെ കളിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും, ഓരോ കൂടെ കൂടി കളിച്ചാൽ അവർ ചിലപ്പോൾ പാസ്സാവും, നിങ്ങളായിരിക്കും ഫെയിലാവുക. അപ്പോൾ ആ കാര്യങ്ങൾ കറക്റ്റ് ഇതൊക്കെ ഇവിടെ സംഭവിച്ച ഇവിടെ എക്സാമ്പിൾസ് ഉണ്ട്. പ്രാക്ടിക്കലി കൃത്യമായിട്ട് എല്ലാം മിസ് ചെയ്യാണ്ട് പോകണം. കാരണം നമ്മൾ ഏത് സാധനം തിയറി പഠിക്കുന്നതിനായിട്ടും കൂടുതൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അതിലിപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇവിടെ കടാവേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കറക്റ്റ് എല്ലാ ഞായറാഴ്ചയാണ് ഇവിടെ പ്രാക്ടിക്കൽസ് വരുന്നത്. ഞായറാഴ്ചയാണല്ലേ? അപ്പോൾ ഈ ഞായറാഴ്ചക്കത്തെ പ്രാക്ടിക്കൽസ് അതെ ആ വീക്കിലി 2 or 3 days വരെ എനിക്കുള്ള അധികം ഞായറാഴ്ചയൊക്കെയാണ് ഇവിടെ ഉണ്ടാവില്ലേ ഫസ്റ്റ് ഇയേഴ്സിന്. അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ അനാട്ടമി പോലത്തെ പ്രാക്ടിക്കൽസ് നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവണില്ല, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റണില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. ഇപ്പോൾ അത് നിങ്ങളിപ്പോൾ പബ്ലിക്കിൽ പറയാൻ മടിയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക, അഡീഷണൽ എന്താ, ഇതൊക്കെ എന്താ, ഇത് ഞാൻ അങ്ങോട്ട് വന്ന് ചോദിക്കില്ല. നിങ്ങളാവശ്യമല്ലേ, നിങ്ങൾ വരണം, നിങ്ങൾ ചോദിക്കണം എനിക്ക് ഈ സബ്ജക്റ്റ് ഇന്ന പ്രശ്നമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനൊരു വഴി പറഞ്ഞുതരും. അല്ലാണ്ട് ഇത് നിങ്ങൾ പ്രശ്നമായിട്ട് മൈൻഡിൽ വെച്ച് ആരോടും ഷെയർ ചെയ്യാണ്ട് നടന്നു കഴിഞ്ഞാൽ എന്താവും? ഫെയിലാവും. അപ്പോൾ അതിന് നിൽക്കരുത്.
കൃത്യമായിട്ട് പഠിക്കുക. 9 ലക്ഷം ഒരു കൊല്ലം പോയാൽ 9 ലക്ഷം റുപ്യ വേസ്റ്റാണ്. അപ്പോൾ ഇത് ശരിക്കും ആലോചിച്ചാൽ മതി. ഇതാണ് എനിക്ക് ചോറിൻ്റെ ഒപ്പം ചൊല്ലും കൊടുക്കണം എന്നാണല്ലോ. അതുകൊണ്ട് ഇത് വളരെ ആത്മാർത്ഥതയോടുകൂടി സ്നേഹത്തോടു കൂടി പറയുന്ന കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ MBBS പഠിച്ചിട്ട് ഇവിടെ തന്നെ PG ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫീസിൽ 25 to 50% സ്കോളർഷിപ്പ് കിട്ടും. അതായത് $8,000 ഫീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 6,000 4,000 കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? PG ചെയ്യാൻ പറ്റും. ഈ PG വാലിഡ് ആണ്. കാരണം ഇന്ത്യയിലുള്ള ഡോക്ടേഴ്സ് ഓൾറെഡി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? PGക്ക് പഠിക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ പോലെ ഇവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ രാമയ്യ എന്ന് കഴിഞ്ഞ പോലെ ഇവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ വളരെ നല്ല മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ പോലൊക്കെ ഇവിടെ വന്നിട്ട് പഠിക്കുന്നുണ്ട്. പഠനമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിലോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഓപ്പണാണ്. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ റിലേഷൻ മാനേജർ ശൈലനെ കണക്ട് ചെയ്യാം, ശേഷാദനെ കണക്ട് ചെയ്യാം. അവർ എന്നെ കണക്ട് ചെയ്ത് തരും സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് ഇത് ഞാൻ പറയുകയാണ്, ഇത് പഠനമായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ, എന്ത് വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അത് ഹാൻഡിൽ ചെയ്യേണ്ട രൂപത്തിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഇതിൻ്റെ ഒരു പ്രോമിസാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക, നല്ലോണം പഠിക്കുക, ഉഷാറാവുക. ഓക്കെ, താങ്ക് യു. ഫേസ് ടു ഫേസ് നിൽക്ക്. രണ്ടുപേര് ഫേസ് ടു ഫേസ്. ഇനി ഞാൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ ക്ലാപ്പ് ചെയ്യണം കേട്ടോ. ഞാൻ പറയുന്നതിനനുസരിച്ച് ക്ലാപ്പ് ചെയ്യണം. ടാറ്റ ടാറ്റ എന്ന് പറയുമ്പോൾ കൈ അടിച്ചോ. ടാറ്റ ടാറ്റ. നിങ്ങൾക്ക് എത്ര ബുദ്ധിയുണ്ട്, കോൺസെൻട്രേഷൻ ഉണ്ട് നോക്കട്ടെ. റെഡി റെഡി. ടാറ്റ 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 ടാറ്റ. ഇനി ദിസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് കേട്ടോ. ദിസ് പറയുമ്പോൾ ഓപ്പോസിറ്റ്. ടാറ്റ ദിസ് ടാറ്റ ദിസ് ദാറ്റ് പറയുമ്പോൾ സ്നാപ്പ് ചെയ്യുക. ദാറ്റ് ടാറ്റ ദിസ് ദാറ്റ് ടാറ്റ ദിസ് ദാറ്റ് ടാറ്റ ദിസ്. ആ ഓക്കെ, ഇരുന്നോ. അടിപൊളി. അപ്പോൾ ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയ ഒരു ചെറിയ തോട്ടുണ്ടാവും. അയ്യോ, ഇനിയിപ്പോൾ ഇതൊക്കെ പഠിക്കണമല്ലോ, ഇത്രയും വർഷം, ദെൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്. ശരിക്കും ഇത് ഇങ്ങനെ പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് മാത്രമല്ല ചില ആൾക്കാർക്ക് ഇങ്ങനെ തോന്നും, ഇയാൾ ആരാതൊക്കെ പറയാൻ എന്നുള്ളൊരു തോന്നൽ വരും. ഇത് ശരിക്കും ഇതാരും പറഞ്ഞു തരില്ല അല്ലേ. മറ്റു കൺസൾട്ടൻസികളോ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ആളുകളോ അവരെ പ്രൊസീജിയർ കഴിയും, അവരെന്ത് ചെയ്യും, പോവും. പക്ഷേ ശരിക്കും ഡോക്ടർ നിങ്ങൾക്ക് തരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ലൈഫിനകത്ത് നമ്മൾ സക്സസ് ആവണമെങ്കിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് നല്ലൊരു മെൻറ്റർ ഉണ്ടാവുക എന്നുള്ളത്. ഏത് പ്രൊഫഷൻ ഏരിയയിലും നിങ്ങളിപ്പോൾ ഇനി MBBS കഴിഞ്ഞ് നിങ്ങൾ ആ പ്രൊഫഷനകത്ത് ഗ്രോത്ത് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഏറ്റവും നല്ലൊരു മെൻറ്റർ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സിനകത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് മെൻറ്റർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ് ഡോക്ടർ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ വളരെ പച്ചയായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിന് നല്ലൊരു കയ്യടി ഡോക്ടർക്ക് കൊടുത്തു. ഡോക്ടർക്ക് നല്ലൊരു കയ്യടി. നിങ്ങൾ പ്രോപ്പറായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്താണ് എത്തിച്ചേർന്നത്. ദെൻ അത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഡോക്ടർ നിങ്ങളെ കൊണ്ടുപോകുന്നൊരു പാത്തിലൂടെ നിങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും ലൈഫിനകത്ത് പല ആളുകളും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കുരുത്തം കെട്ടവരെ നീ ചെയ്തിട്ടൊരു കാര്യമില്ല, ദെൻ നീ തോറ്റുപോകും എന്നൊക്കെ പലപ്പോഴും പറയുന്ന സമയത്ത് നമ്മുടെ അകത്തേക്ക് ഇത് എടുത്തിട്ടുണ്ടാവും. ഇത് അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആവും. ആ ബിലീഫ് സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് രണ്ട് തരത്തിലും മനസ്സുള്ളത്, കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് എന്ന് പറയും. അപ്പോൾ ഈ നമുക്ക് സബ് കോൺഷ്യസിലേക്ക് നമ്മളൊരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധനം നമുക്കിവിടെ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ദെൻ റെഡിയാണോ? ഓക്കെ. ഇതൊരു കഷ്ണം പേപ്പറാണ്, അറിയാലോ, ഇത് പേപ്പറാണ്. ദെൻ ഈ ഒരു സാധാ പേപ്പറാണ്. നോക്കാം, തൊട്ട് നോക്കിയേ. പേപ്പറാണോ? റെഡി. ഓക്കെ. ഈ പേപ്പർ ദെൻ നല്ല പേപ്പറാണെന്നൊക്കെ പറയില്ലേ. ഈ പേപ്പർ ഇതിങ്ങനെ കീറാം. നമുക്ക് സാധാരണ പേപ്പർ എന്ത് ചെയ്യാം, കീറാൻ പറ്റും അല്ലേ. ദെൻ ഓൾറെഡി കീറാം. ഓക്കെ, ഒന്ന് മുന്നിലേക്ക് വെക്കോ. ഇങ്ങോട്ടൊന്ന്. അലി സ്ഥലം എവിടെയാണ്? നമ്മൾ മുന്നേ പരിചയമൊന്നുമില്ലല്ലോ. ഇല്ല, ഇനി അങ്ങനെ നിങ്ങൾ പറയരുത് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒത്തു കളിക്കാന്നൊന്നും പറയരുത്. ദെൻ അങ്ങനെ വിചാരിക്കരുത്. കണ്ണടച്ചേ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്.
ആലിയ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ചിന്താഗതിയിലേക്ക് കൊണ്ടുപോവുക. ദെൻ നിന്നെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, നിന്നെക്കൊണ്ട് ഒന്നും ഇനി കണ്ണട തുറക്കരുത്, നിന്നെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ദെൻ നിനക്ക് ടോട്ടലി നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും നിനക്ക് ചെയ്യാൻ പറ്റാതെ വരും എന്നുള്ളൊരു തോട്ടിനകത്തേക്ക് മാത്രം കൊടുക്കുക. നീ കംപ്ലീറ്റ്ലി നിനക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, നിൻ്റെ ബോഡിയെ നീ കൊണ്ടുപോവുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, സ്ലോ, സാവധാനം കണ്ടു തുറന്നേ. സാധാരണ അതേപോലത്തെ പേപ്പറാണ്. ദെൻ ഒന്ന് കട്ട് ചെയ്തേ. നന്നായിട്ട് ശ്രമിച്ചോ. നിനക്ക് പറ്റില്ല, നിന്നെ കൊണ്ട് പറ്റില്ല പേപ്പർ കട്ട് ചെയ്യാൻ. നന്നായിട്ട് ശ്രമിച്ചോ, നിന്നെ കൊണ്ട് പറ്റില്ല. പറ്റുന്നുണ്ടോ? ഇല്ല. ഓക്കെ, കണ്ണടച്ചേ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും കംപ്ലീറ്റ്ലി നിൻ്റെ മനസ്സിലേക്ക് എടുത്തേ. നിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും കംപ്ലീറ്റ്ലി മനസ്സിലേക്ക് എടുക്കുക. നിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും കംപ്ലീറ്റ്ലി മനസ്സിലേക്ക് എടുക്കുക. നിന്നെക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ കഴിയും. നിനക്ക് നിൻ്റെ സ്ട്രെങ്ത്തിൽ നീ വിശ്വസിക്കാം, നിനക്ക് നിൻ്റെ കാര്യങ്ങളിൽ നീ വിശ്വസിക്കാം. നിൻ്റെ സ്ട്രെങ്ത്തിനകത്ത് മാത്രം നീ ഫോക്കസ് ചെയ്യാം. സാവധാനം കണ്ടു തുറന്നേ, സാവധാനം കണ്ടു തുറന്നേ. ഇത് അതേപോലത്തെ പേപ്പറാണ്. ഒന്ന് കീറി നോക്കിയേ, കീറിക്കോ. ഉള്ളിലേക്ക് നല്ല ബിലീഫ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ പാറ്റേൺ ആവും കേട്ടോ. അത് അതേ പാറ്റേൺ ആവും. ആ പാറ്റേൺ അനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ മൂവ് ചെയ്യുക. എല്ലാവരും എണീറ്റോ, എല്ലാവരും എണീറ്റോ. എനിക്ക് നല്ലൊരു സ്ഥലം കിട്ടി. എല്ലാവരും അടുത്തേക്ക് വാ. ഞാനിവിടെ ഒരു പാട്ട് പാടും. ആ പാട്ട് നിങ്ങൾക്ക് ഏറ്റുപാടാം. അമ്മ എനിക്ക് ചിന്നതൊരു ബൊമ്മയെ തന്നാലേ, അമ്മ എനിക്ക് ചിന്നതൊരു ബൊമ്മയെ തന്നാലേ. ഇറങ്ങ്, ആക്ഷൻ ഉണ്ട്. ബൊമ്മയോടെ ആടവേ, ആടവേ ഞാൻ പാടവേ, അമ്മ എനിക്ക് ചിന്നതൊരു മേളത്തെ തന്നാലേ, മേളത്തെ ഞാൻ കൊട്ടവേ, കൊട്ടവേ ഞാൻ കൊട്ടവേ, അമ്മ എനിക്ക് ചിന്നതൊരു തൊപ്പിയെ തന്നാലേ, തൊപ്പി ഞാൻ അണിയവേ, ആടവേ ഞാൻ പാടവേ, അമ്മ എനിക്ക് ചിന്നതൊരു കുതിരയെ തന്നാലേ, സവാരി ഞാൻ ചെയ്യവേ, സവാരി എന്നില്ല സവാരി ഞാൻ ചെയ്യവേ, ആടവേ ഞാൻ പാടവേ. ഓക്കെ, റെഡി. ത്തിന്റെ പാല് ഇറക്കൽ. അറിയത്തില്ല. ജിറാഫാക്കണോ? ജിറാഫൊന്നും വേണ്ട. നമുക്ക് ഒരുമിച്ച് ഇറക്കിയാ പോരെ? അല്ല, ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാവോ? ഒരു പശുവിനെ കൂടെ വിളിക്കാവോ? ഇതാ നിന്റെ കൂടെ, ഇതിനകത്ത് കയറണം നീ. കയറുണ്ടാ? പശു നാളെ അല്ല നിൽക്കുന്ന. ഇല്ല, ജാനകി പശു. ഞാൻ അടിക്കും, സത്യമായിട്ട് അടിക്കും ചവിട്ടിയാ. ഒന്ന് കഴിഞ്ഞു പോയിരിക്കാൻ. അല്ല എന്താ പാർട്ട്ണർ ഉണ്ടാവും ഡാൻസ്. മൂളിപ്പാട്ട് പോലും പാടാത്ത ആളല്ലല്ലോ. കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റി കൊടുക്കാൻ കുഞ്ഞ് കിടന്ന് Twinkle, twinkle, little star, how I wonder what you are. Up above in the so high, like a diamond in the sky. കുടിക്കണം 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 കുടിക്കണം. ചൂട് ചൂട് ചൂട്. സോളോ
ചിക്കനാണ്. അയ്യോ നേരത്തെ ചിരിച്ചോണ്ടിരുന്ന കോയ അപ്പൊ കഷ്ണങ്ങളായി എന്റെ മുമ്പിൽ. അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യേ. കഴുകുന്ന ചിക്കൻ കഴുകി ചിക്കൻ ബാക്കി എടുത്ത് പാത്രം മസാല ഒക്കെ ഇട്ടിട്ട് 4 വിസിലടിക്കുമ്പോൾ എടുക്കുക. കറി റെഡി. ഇപ്പം ഞാൻ എൻ്റെ ബോഡിയിൽ ഓൾറെഡി കത്തിച്ച് കഴിഞ്ഞാൽ ആൾക്കാണ് ഫീൽ ചെയ്യുക. ഞാൻ ഓൾറെഡി ജസ്റ്റ് വെറുതെ ബോഡി ടു ബോഡി കണക്റ്റഡ് ആവണം കേട്ടോ. റെഡി? ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കണ്ണു പറഞ്ഞേ. ഹലോ കുടിച്ചേ. നല്ല പൊട്ടിക്കട്ടെ, നല്ല പൊള്ളിക്കട്ടെ. ഞാൻ എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് ആ പേരാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ആ പേര് അടിച്ചോ. അടിച്ചോ, ആ പേരടിച്ചോ. ഓക്കെ, ആ പേരടിച്ചു കേട്ടോ. ദെൻ പേര് പറയണോ? കുഴപ്പമില്ലല്ലോ. യൂസഫ്. തട്ടിയിട്ട് പോകുന്നില്ല. നാളെ നമ്മുടെ ഡോക്ടർ എക്സ്പേർട്ടിൻ്റെ കുട്ടികൾ കംപ്ലീറ്റ്. എനിക്കൊരു സങ്കടം ഇത്ര മാത്രമുള്ള ഒരു 10 ആൾക്കാരോട് വരാണ്ട്, 10-15 ആൾക്കാരോട് വരാണ്ട്. അവരില്ലാത്തതിന് ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷേ നമ്മൾ നാളെ ഒരു ട്രിപ്പ് പോകാൻ പോവാണ്. നാളെ 7 മണിക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ബസ്സിലാണ് പോണത്. ഏകദേശം ഒരു 4 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സൂയസ് കനാൽ കേട്ടിട്ടുണ്ടോ? സൂയസ് കനാൽ കാണാനാണ് പോണത്. അവിടെ പിന്നെ യെസ്, അവിടെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിഷിംഗ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ സബ്മറൈനിൽ ഉള്ളൊരു സംഗതി ഉണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് നോമിനേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ഇഷ്ടമാണ് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. അതിന് 500 പൗണ്ട്സ് വരുന്നുണ്ട്. അത് ആക്ച്വൽ എമൗണ്ട് ഞാൻ പറഞ്ഞത്. അത് വേണ്ട ആൾക്കാർ അത് പേയ്മെൻറ്റ് സ്വന്തമായിട്ട് ചെയ്യാം. അല്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കും. അത് അക്സെപ്റ്റ് സബ്മറൈൻ. കാരണം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഗ്ലാസ്സുള്ള സബ്മറൈൻ ഇല്ലേ, അതിൽ താഴത്ത് പോകണമാണ്. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അത് ഞാൻ നിർബന്ധിക്കില്ല. ബാക്കി ഇപ്പോൾ നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷന്, നിങ്ങളെ ഫുഡ്, അവിടുന്ന് ബാക്കി ഡെസേർട്ടിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഐ വിൽ ടേക്ക് കെയർ. ബാക്കിയുള്ള അഡീഷണൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നാളെ രാവിലെ 7 മണിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ട്രിപ്പ്. കറക്റ്റ് 7 മണിയാകുമ്പോൾ റെഡി ആയിട്ട് രാത്രി നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്യും. ആ ലൊക്കേഷനിൽ വരാം. കാരണം ബസ് ആയതുകൊണ്ട് ചെറിയ റൂട്ടിലൂടെ പോകില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലായിരിക്കും. അവിടെ നിങ്ങൾ ഊബറിൽ വരണം. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വീട്ടിൽ എന്തായാലും പറയണം. വീട്ടിൽ വിളിച്ചിട്ട് പറയണം നാളെ എങ്ങനെ ട്രിപ്പ് പോകുന്നുണ്ട്, അപ്പോൾ ഞാൻ പോട്ടെ എന്നുള്ള പെർമിഷൻ ആദ്യം എടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് പോകുമ്പോഴുള്ള സാധനങ്ങൾ, അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ രാത്രി വരുള്ളൂ. അപ്പോൾ ഗേൾസിന് വേണ്ട അത്യാവശ്യമുള്ള സാധനങ്ങൾ എല്ലാം എടുക്കുക. ബോയ്സിന് വേണ്ട കാര്യങ്ങൾ എടുക്കുക. അപ്പോൾ നാളെ എല്ലാവരും പൊളിക്കാനുള്ള മൂഡിലുള്ളവർ മാത്രം പോന്നാൽ മതി. ബോളിവുഡുള്ളവർ മാത്രം. ഇതേപോലെ ഉറങ്ങി നിൽക്കാനുള്ള ആൾക്കാർ രാവിലെ കടന്നുറങ്ങിക്കോ. ആ ബസ്സിൽ കയറണ്ട. ഓക്കെ? കാരണം നാളെ വേറൊരു പണിയില്ല. നാളെ ഫ്രൈഡേ ആണ്. അതുകൊണ്ട് നാളെ ആരെങ്കിലും ഉറങ്ങാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങിക്കോ. അല്ലാണ്ട് ബസ്സിൽ വന്നിട്ട് ഉറങ്ങാൻ നമ്മൾ പൈസ ചിലവാക്കണില്ല. നിങ്ങൾക്ക് എൻജോയ് ചെയ്യണോ രാത്രി വെള്ളത്തിൽ ചാടണമെങ്കിൽ? അതാ പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ട നാളെ ഇതുണ്ട് നമ്മൾ മറ്റേ ബീച്ചിൽ പോകുന്നുണ്ട്.
അപ്പോൾ അതിനുള്ള സാധനങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വരിക, മനസ്സിലായോ? അത് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുക. പൊളിമൂടുള്ള ആൾക്കാർ മാത്രം വന്നാൽ മതി, അല്ലാണ്ട് ഉറങ്ങണമല്ലൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഇതൊരു ഡാൻസോട് കൂടി ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി നാളെ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ വേറൊരു പണിയില്ല. അപ്പോൾ നമുക്ക് പിള്ളേരെ കൊണ്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ബൈ. പരിപാടി അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഇതാണ് പരിപാടി. പിന്നെ അടിച്ചു പൊളിച്ച് എല്ലാം കിട്ടി. നല്ല സൂപ്പർ എല്ലാരും എടുക്കണം. അത് അത്ര അത് തന്നെ, വേറെ ഒന്നുമില്ല. അടിപൊളിയായിരുന്നു. ഉഷാറ് വേറെ ലെവൽ, അടിപൊളി, സൂപ്പർ. How is the program? Very energetic, sir. Huh? Very energetic. You enjoyed? Yes, definitely. സെറ്റ്. Also? കുഴപ്പമുണ്ടായില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. നൈസ്, വെരി നൈസ്. ഞാൻ ഇനി ഉറങ്ങൂല. എന്താ പാട്ട് എനിക്ക് മനസ്സിലാവില്ല. എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ, അടിപൊളിയാ. എൻജോയ് ചെയ്ത് എല്ലാവരും പരിചയപ്പെട്ടു. How is the program? Very nice and beautiful and excited for tomorrow. Excited for tomorrow? Yeah. Okay. അടിപൊളി എന്തായാലും പരിപാടി. നാട്ടിലത്തെ പരിപാടിക്ക് കൂടാൻ പറ്റിയില്ലല്ലോ. ഇല്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? വെരി സാറ്റിസ്ഫൈഡ്. എന്താ അവസ്ഥ? നല്ല രസമുണ്ടായിരുന്നു. നാട്ടിൽ കൂടാൻ പറ്റാത്തവർ കൂടിയുള്ള ഒരു പരിപാടി കേട്ടോ അവിടെ കൊടുത്തത്. ഓസം. അറിയാം, എങ്ങനെയുണ്ടായിരുന്നു? നല്ല പരിപാടി, അടിപൊളിയായില്ലേ? എൻജോയ് ചെയ്ത് എല്ലാം നല്ലതായിരുന്നു. ഉഷാറായില്ലേ? ഉഷാറായിരുന്നു, അടിപൊളിയായിരുന്നു. ഓൾ ഗുഡ്, എല്ലാം വൈബായിരുന്നു. അടിപൊളി. ഇതൊന്നും മറ്റേ പറകാണ്ട് പോയി. അടിപൊളി. സെറ്റായിരുന്നു, സൂപ്പർ. കിടിലായിരുന്നു. യൂസഫ് എന്ത് പറയുന്നു? 10ാം ക്ലാസ്സിനായിട്ട് പ്രശ്നമില്ല. യൂസഫോ? മാഷാഅല്ലാ, അൽഹംദുലില്ലാ, അടിപൊളിയല്ലേ? അപ്പോൾ ഉണ്ടല്ലോ നമ്മളെ പരിപാടി അടിപൊളിയായിരുന്നു. കുട്ടികൾ എൻജോയ് ചെയ്ത് ഉഷാറായിട്ടുണ്ട്. നമ്മൾ എന്താണെന്ന് പറയുക, പക്ഷേ ഇത് വെറും എൻജോയ്മെൻറ്റ് മാത്രമല്ല കേട്ടോ, ഇതിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ജനറേഷൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇവർ നമ്മളെ കയ്യിൽ കിട്ടില്ല. നമ്മൾ ഇതേപോലെയൊക്കെ പിടിച്ചിരുത്തി സംസാരിച്ചാലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ. അത് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ ജീവിക്കുന്ന കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഇവരോടൊക്കെ എങ്ങനെ പരീക്ഷ പാസ്സാവണം, എന്തൊക്കെ പഠിക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ അവരെ ബോറടിപ്പിക്കാത്ത രീതിയിൽ എൻജോയ്മെൻറ്റുകളും കുറേ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നാളെ കുറച്ച് കാര്യം കൂടി ഇവർക്ക് പ്ലാൻ ചെയ്ത്, കാരണം നാളെ വെള്ളിയാഴ്ചയാണ്, പ്രത്യേകിച്ച് ഓഫീസ് വർക്കൊന്നുമില്ല, നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ ഈ ഈജിപ്തിലെ MBBS പഠിക്കാൻ വരുന്ന ആൾക്കാർ നമ്മുടെ ഒരു ഡോക്ടർ എക്സ്പെർട്ട് എജുലിങ്സ് ആയിട്ട് കണക്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഏത് രാജ്യമാണെങ്കിലും, ഈജിപ്ത് മാത്രമല്ല ഏത് രാജ്യമാണെങ്കിലും നമ്മുടെ അടുത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. So thank you for watching this video and please share this video those who like to study MBBS in abroad and ആർക്കെങ്കിലും ഈജിപ്തിലെ MBBSനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലോ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും പോകണമെന്നുണ്ടെങ്കിലോ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം. സോ അതുവരേക്കും താങ്ക് യു, ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. Doctor Expert Edulinks. Be a doctor by doctors.